നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇന്ന് അവതരിപ്പിക്കും. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യരുത് എന്ന് DCC കോൺഗ്രസ് കൗൺസിലർമാർക്ക് വിപ്പ് നൽകി. എന്നാൽ ജില്ലാ നേതൃത്വവും പ്രാദേശിക നേതൃത്വവും തമ്മിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനാൽ അവിശ്വാസം പാസ്സാകാൻ സാധ്യതയുണ്ട്. അജിത് ബാബു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ചേരുന്നു. അജിത്ത്, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചിരുന്നു. യോഗം വിളിക്കുന്ന സമയത്ത് കൂടുതൽ പേരും ഈ കോൺഗ്രസ് കൗൺസിലർമാരിൽ ഭൂരിഭാഗം പേരും ദിയയ്ക്ക് എതിരാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ കോൺഗ്രസിന്റെ കൂടുതൽ കൗൺസിലർമാർ ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് എതിരായ നിലപാടെടുത്താൽ UDFന് ഭരണം തുടരാൻ പറ്റാത്തൊരു സാഹചര്യവുമുണ്ട്. ഇന്നിപ്പോൾ LDF കൊണ്ടുവരുന്ന അവിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു മനസ്സിലാക്കിയെടുത്തോളം 1-2 പേരുടെ പിന്തുണ കൂടി കിട്ടിയാൽ ഈ അവിശ്വാസ പ്രമേയം പാസ്സാകും. ഇടതുമുന്നണി വിചാരിക്കുന്നത് തന്നെ കോൺഗ്രസിൽ നിന്ന് ആ പിന്തുണ കിട്ടുമെന്നുമാണ്. അപ്പൊ നിലവിലെ ഒരു സാഹചര്യം എന്താണ്? ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം അജിത്ത്? സത്യലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. സത്യലക്ഷ്മിയുടെ ഓർമ്മ കൃത്യമാണ്. 2 പേരുടെ കൂടിയാണ്. അതായത് 26 അംഗ കൗൺസിലാണ്. അതിൽ UDFന് 10ഉം LDFന് 12ഉമാണുള്ളത്. അതോടൊപ്പം തന്നെ 3 ഈ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരും ഒരു സ്വതന്ത്രയുടെയും പിന്തുണയോടു കൂടിയാണ് UDF ഭരണം നടക്കുന്നത്. ആ ഭരണത്തിനാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധികൾ അടക്കം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ പാലായിലാണുള്ളത്. ഇവിടെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇന്നെങ്കിലും തേങ്ങ ഉടയ്ക്കുമോ എന്നുൾപ്പെടെയാണ് അവർ ചോദിക്കുന്നത്. രാവിലെ സംസാരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. കാരണം അവർ കുറെ കാലമായി ഇവിടെ നിൽക്കുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ഈ പുളിക്കക്കണ്ടം കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് രൂക്ഷമായ സാഹചര്യത്തിൽ DCC ഉൾപ്പെടെ ഇടപെട്ട് പലതവണ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു, ചർച്ചകൾ നടത്തി. അവസാനം ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഒന്നാകെ ഇക്കാര്യത്തിൽ ഇനിയൊരു സഹകരണത്തില്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് LDF അവിശ്വാസം കൊണ്ടുവന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 പേരുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ അവിശ്വാസം പാസ്സാകുകയും ദേക്ക് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിലെ കൗൺസിലർമാർ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ കോൺഗ്രസിന് വിമതയായിട്ട് ജയിച്ച മായ രാഹുലിന്റെ നിലപാടും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഏതെങ്കിലും 2 പേർ അങ്ങനെ മാറ്റി വോട്ട് ചെയ്താൽ സ്വാഭാവികമായും വലിയ വാർത്തയാണ് പാലായിൽ നിന്നുണ്ടാവാൻ പോകുന്നത്. ദേക്ക് സ്ഥാനം നഷ്ടപ്പെടും. അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. ഈ പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും തമ്മിൽ അവസാനം നടന്ന ചർച്ചകളിൽ പോലും ഇനിയും തങ്ങളെ സഖ്യത്തിന് വേണ്ടി നിർബന്ധിക്കരുത്, അതൊരു ഗതികേടാണ്, പാലയിലെ ജനങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിനെ തള്ളിക്കളയുന്ന പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തും, യാതൊരു വികസനവും നടക്കാത്ത കാലമാണ്, മാത്രമല്ല കൂടെയുള്ള ഒരു കോൺഗ്രസ് കൗൺസിലറിന്റെ പേരിൽ മോഷണ പരാതി കൊടുത്ത ആളുകളുമായി എങ്ങനെ സഹകരിക്കുമെന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കൂടി ജില്ലാ നേതൃത്വത്തിന് മുമ്പിൽ ചുരുക്കത്തിൽ പാലാ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിവസം. പാലാ നഗരസഭയും ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെയൊക്കെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. അവിശ്വാസ പ്രമേയത്തെ ഈ എത്ര പേര് പിന്തുണയ്ക്കുമോ, അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്നത്തെ ദിവസം വരും മണിക്കൂറുകളിൽ കാത്തിരുന്നറിയാം.